മധ്യ കേരളത്തിലെ പുരാതനമായ ഭഗവതിക്കാവുകളിലൊന്ന്. ആദിപരാശക്തിയുടെ 3 രൂപങ്ങളിൽ പ്രധാനിയായ മഹാകാളിയാണ് പ്രതിഷ്ഠ. മധ്യ കേരളത്തിലെ വേല ഉത്സവങ്ങളിൽ പ്രധാനിയായ വെടിക്കെട്ടിന് പ്രാധാന്യമുള്ളതുമായ ക്ഷേത്രം. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് ഉത്രാളിക്കാവിനെ കുറിച്ച് തന്നെയാണ്. ഉത്രാളിക്കാവ് അഥവാ ഉത്രാളിക്കാവ് രുദ്ര മഹാകാളി ക്ഷേത്രം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യാത്രാമോഹി. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ നിന്ന് 2 കിലോമീറ്റർ വടക്ക് മാറി മച്ചാട് റിസർവ് ഫോറസ്റ്റ് ഉൾപ്പെടുന്ന അകമല ഭരണിപ്പച്ച മലനിരകളുടെ താഴ്വാരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും ചുറ്റുമുള്ള ഉയർന്ന മലയോര പ്രദേശത്തിന്റെയും പാടത്തിന്റെയും ഭംഗി ക്ഷേത്രത്തിന്റെ ഐശ്വര്യത്തെ വിളിച്ചു കാട്ടുന്നതാണ്. ക്ഷേത്രത്തിന്റെ ചരിത്രമായി പറയപ്പെടുന്നത് തലപ്പള്ളിയിലെ പ്രമുഖനായിരുന്ന കേളത്തച്ഛൻ അകമല താഴ്വരയിലുള്ള തന്റെ കൃഷിസ്ഥലങ്ങൾ സന്ദർശിക്കാൻ വരുന്ന വഴി കേളത്തച്ഛന്റെ ഓലക്കുടയിൽ നിന്നും ഭൂമിയിൽ അവരൂഢയായ കൊല്ലൂർ മൂകാംബികാ ദേവിയുടെ ചൈതന്യമാണ് മഹാകാളി എന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിന്റെ ദർശന സമയം രാവിലെ 5 മുതൽ 10 വരെയും വൈകിട്ട് 5 മുതൽ 9:30 വരെയുമാണ്. ഉത്രാളിക്കാവ് പൂരത്തിന് വേല ആഘോഷങ്ങളിൽ പ്രധാന സ്ഥാനമാണുള്ളത്. വേനൽക്കാലത്തിന്റെ തുടക്കത്തിലാണ് ഉത്സവം തുടങ്ങുന്നത്. കുംഭമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയിലാണ് പൂരം കൊടിയേറുന്നത്. തൃശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണപ്പെടുന്ന പൂരമായി ഇത് കണക്കാക്കപ്പെടുന്നു. എടുത്തു പറയേണ്ടത് ഉത്രാളിക്കാവ് പൂരത്തിന്റെ പകൽ വെടിക്കെട്ടിനെ കുറിച്ച് തന്നെയാണ്. വളരെ വലിയ ശബ്ദഗാംഭീര്യത്തോടു കൂടിയുള്ള വെടിക്കെട്ടാണ് പൂരത്തിന്റെ പ്രത്യേകത. പൂര ദിവസം സന്ധ്യയ്ക്കും പിറ്റേന്ന് പുലർച്ചെ 4 മണിക്കും മത്സരാടിസ്ഥാനത്തിലാണ് ഈ വെടിക്കെട്ട് ഇവിടെ നടന്നു വരുന്നത്. ഷൊർണൂർ ചെന്നൈ റെയിൽപാത ക്ഷേത്രത്തിന്റെ അതിർത്തിയോട് ചേർന്നാണ്. റെയിൽപാതയുടെ ഭംഗിയും പാടത്തിന് മുകളിലൂടെയുള്ള ട്രെയിൻ യാത്രയും പണ്ടെങ്ങോ കണ്ടു നടന്ന നാട്ടിൻപുറത്തെ ഭംഗി വിളിച്ചു പറയുന്ന വരച്ചു വെച്ച ചിത്രം പോലെയാണ്. അത്ര മനോഹരയാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം. ഒരു കുഞ്ഞു ക്ഷമാപണത്തോടു കൂടിയാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. യാത്രാമോഹി എന്ന എന്റെ കുടുംബത്തിലെ നിങ്ങൾ പലരും വീഡിയോസിന്റെ അസാന്നിധ്യത്തിൽ പുതിയ വീഡിയോസ് ഒന്നും ഇടുന്നില്ലേ, കാണാറില്ലല്ലോ എന്ന് അന്വേഷിക്കുന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇനി മുടക്കമില്ലാതെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും. ഇതിന്റെ പുതിയൊരു തുടക്കമായിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും കാത്തിരിക്കുക. ഞാൻ യാത്രാമോഹി.